നമ്മൾ കൂടുതൽ പോയിന്റ് കൊടുക്കേണ്ടത് ജിൻഡോയുടെ ടീമിനാണ്. കാരണം ജിൻഡോയുടെ ടീം കയറിയാലേ പവർ ടീമിനെ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. മറ്റ് ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോയും അർജുനും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പവർ ടീമിനെ തോപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കോയിൻ കൊടുത്ത് ജയിപ്പിക്കേണ്ടത് ജിൻഡോയുടെ ടീമിനെയാണ്. അപ്പോൾ ശ്വേതാമേനോനും പറയുന്നു ശരിയാണ് എന്ന് ശ്വേതാമേനോനും സാബുമോന്റെ കൂടി പറയുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഹോട്ടൽ ടാസ്കിലെ വിജയ് ഏകദേശമൊക്കെ നമുക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. കാരണം അവർ മാക്സിമം വിജയിപ്പിക്കാൻ നോക്കുന്നത് ജിൻഡോയുടെ ടീമിനെ ആണെന്ന് നമുക്ക് സൂചന കിട്ടി. അവർ തമ്മിൽ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അവർക്ക് വിജയിപ്പിക്കാൻ താല്പര്യം ജിൻഡോയുടെ ടീമിനെയാണ്. കാരണം അവർക്ക് ഏറ്റവും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കാണാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ടീമിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പവർ ടീമിനെ തോൽപ്പിക്കാൻ സാധ്യത ഉള്ള ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടൽ ടാസ്കിൽ അവർ ടിപ്പ് കൊടുക്കുമല്ലോ. അപ്പോൾ ആ ടിപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടിപ്പ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്, അവർ കോയിൻസ് കൂടുതൽ കൊടുക്കേണ്ടത് ജിൻഡോയുടെ ടീമിനാണെന്ന് അവർ തമ്മിൽ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. എന്തായാലും ജിൻഡോയെ സാബുമോനെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. ജിൻഡോ നല്ല രീതിക്ക് പണിയെടുക്കുന്നത് സാബുമോൻ കണ്ടു. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടു. പിന്നെ സാബുമോൻ വന്ന ഉടനെ സീട്ടൊക്കെ മേടിച്ചു കൊടുക്കുന്നു. പിന്നെ വളരെ വിനയത്തോടു കൂടിയാണ് സാബുവിന്റെ അടുത്തൊക്കെ പെരുമാറുന്നത്, ഗസ്റ്റ് ആയിട്ട് പെരുമാറുന്നത്. ബാക്കി ആർക്കും തന്നെ അത്ര വിനയത്തോടെ ഒന്നും പെരുമാറുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏകദേശം ജിൻഡോയുടെ ടീം തന്നെ ആയിരിക്കാം ഈ ഒരു ടാസ്കിൽ വിജയിക്കാൻ പോകുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.